ഹലോ എവരി വൺ. നമ്മൾ ഇനി ഒളിമ്പ്യാഡ് എക്സാമിൻ്റെ മറ്റൊരു ക്വസ്റ്റിനോട് കടക്കാൻ പോവാണ്. അപ്പോൾ ഇതിന് മുന്നേയുള്ള ക്വസ്റ്റ്യൻസ് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ തീർച്ചയായിട്ടും ആ വീഡിയോസ് കാണണം. പിന്നെ നമ്മുടെ ഒളിമ്പ്യാഡിൻ്റെ ഗ്രൂപ്പുകളിലൊക്കെ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോഴത്തെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യാം. അവിടെ കൂടുതൽ ഡിസ്കഷൻസും കാര്യങ്ങളൊക്കെ നടക്കും. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പറയുന്നത് എന്താ? വിച്ച് ഓഫ് ദ ഫോളോയിങ് നമ്പർ സെൻറ്റൻസസ് ബെസ്റ്റ് ഡിസ്ക്രൈബ്സ് ദ പ്രോബ്ലം ഷോൺ ഓൺ ദ നമ്പർ ലൈൻ എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഈ നമ്പർ ലൈനിൽ എന്താ സംഭവിച്ചിട്ടുള്ളത്? ഇവിടെ സീറോയിൽ നിന്ന് ഇങ്ങോട്ട് ആരോ മാർക്ക് കൊടുത്തിട്ടുണ്ട് -4 വരെ. 0 നിന്ന് -4 വരെ ഈ ഒരു ഡിസ്റ്റൻസിലൂടെ എത്തി അല്ലേ, ഈ ഒരു ഡിസ്റ്റൻസിലൂടെ എത്തി. ഇനിയോ അവിടുന്ന് -4ൻ്റെ അവിടുന്ന് ഇങ്ങോട്ട് വീണ്ടും -2 വരെ ഇങ്ങോട്ട് പോന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ബാക്കിയുള്ള ഡിസ്റ്റൻസ് എത്ര ഉണ്ടാവുള്ളൂ? ഈ ഒരു ഡിസ്റ്റൻസ്. ഓക്കെ, അപ്പം പോസിറ്റീവ് ആക്കി പറയുകയാണെങ്കിൽ 2 യൂണിറ്റ്സ്. 2 യൂണിറ്റ്സ് എന്ന് പറയുമ്പോൾ ഇങ്ങോട്ട് 1 യൂണിറ്റ്, 2 യൂണിറ്റ്, 3 യൂണിറ്റ്, 4 യൂണിറ്റ്. അപ്പോൾ നമ്പർ ലൈനിൽ ലെഫ്റ്റിലോട്ട് ആയതുകൊണ്ട് അതിനെ മൈനസ് ആയിട്ട് പറയുന്നേ ഉള്ളൂ. അപ്പോൾ ഇതിനെ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ഇങ്ങോട്ട് ലെഫ്റ്റിലോട്ട് വരുന്ന സമയത്ത് അത് -4 ആയിരിക്കും. ഇനി അങ്ങോട്ട് വരുന്ന സമയത്ത് അതിലോട്ട് എന്ത് ചെയ്യും? +2 ആണ് വരിക. +2. കാരണം എന്താ? ഇവിടെ -4 വരെ എത്തി. ഈ -4ന്ന് പിന്നെയാണ് അങ്ങോട്ട് മൈനസ് ചെയ്ത് അല്ലെങ്കിൽ അങ്ങോട്ട് ഇങ്ങനെ അഡീഷൻ ആയിട്ട് വരിക ചെയ്യുന്നത്. അപ്പോൾ -4 +2 എന്നുള്ളതായിരിക്കും അതിന് ആൻസർ വരിക. ഇത് പല രീതിയിലും ചെയ്യാം. ഓക്കെ, പല രീതിയിലും ചെയ്യാം. ഇപ്പോൾ നിങ്ങളിത് ഓരോന്ന് നോക്കിയേ. ഇതിപ്പോൾ തിരിച്ച് എത്തി നിൽക്കുന്നത് എവിടെയാണ്? തിരിച്ചെത്തി നിൽക്കുന്നത് -2ലാണ് അല്ലേ? അപ്പോൾ ഇതിൽ ഏത് ഓപ്പറേഷൻ ചെയ്യുമ്പോഴാണ് -2 കിട്ടുക നോക്കിയാലും മതി. 2 രീതിയിലും ചെയ്യാം. ഞാൻ ആദ്യം പറഞ്ഞത് ലോജിക്കാണ്. 2 രീതിയിലും ചെയ്യാം. ഏത് ആഡ് ചെയ്യുമ്പോഴാണ് -2 കിട്ടുക നോക്കുക. -2 + -4 ബേസിക് മാത്തിലെ ഇൻഡിജേഴ്സിൻ്റെ അഡീഷൻ്റെ കേസ് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, സെയിം സൈൻ ആണ് വരുന്നതെങ്കിൽ 2ഉം 4ഉം ആഡ് ചെയ്യുക 6 എന്നിട്ട് ആ സൈൻ ഇട്ട് കൊടുക്കുക -6. ഓക്കെ, രണ്ടും സെയിം സൈൻ ആണെങ്കിൽ മാഗ്നിറ്റ്യൂഡ് ആഡ് ചെയ്തിട്ട് നെഗറ്റീവ് ഇട്ട് കൊടുക്കുക. സോ -6 ആയിരിക്കും ആൻസർ. -5 + 3 -5 + 3 ആണെങ്കിലോ രണ്ടും ഡിഫറൻറ്റ് സൈൻ ആണ്. ഡിഫറൻറ്റ് സൈൻ ആണെങ്കിലോ ഗ്രേറ്റർ വാല്യൂന്ന് സ്മോളർ വാല്യൂ സബ്ട്രാക്ട് ചെയ്തിട്ട് ഗ്രേറ്റർ വാല്യൂവിൻ്റെ സൈൻ ഇട്ട് കൊടുക്കുക. ബേസിക് മാത്തിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ബേസിക് മാത്ത് ക്ലാസ്സുകൾ കാണാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ടീമിനെ കോൺടാക്ട് ചെയ്യുക. ബേസിക് മാത്ത് കോഴ്സ് കാണുക. ഓക്കെ, 5ഉം 3ഉം ഉണ്ട് അവിടെ അല്ലേ? നെഗറ്റീവ് ഒക്കെ ഒഴിവാക്കിയാൽ 5ഉം 3ഉം ഗ്രേറ്റർ ആരാ? 5. 5ന്ന് 3 സബ്ട്രാക്ട് ചെയ്താൽ 2 അല്ലേ? ഇനിയോ ആ മൈനസ് ഇട്ട് കൊടുക്കുക -2. ഓക്കെ, -2 എന്നുള്ള ആൻസർ വരുന്നുണ്ട്. ഓക്കെ, വെയിറ്റ് നമ്മളൊന്നും ചെയ്യാനായിട്ടില്ല, വെയിറ്റ് ചെയ്യുക. എല്ലാ ഓപ്ഷൻസും നോക്കാം. അടുത്ത് 5 + -3 ഇവിടെയും ഒരാൾ പോസിറ്റീവ് നെഗറ്റീവ് ആണ്. ഗ്രേറ്റർ വാല്യൂന്ന് സ്മോളർ വാല്യൂ സബ്ട്രാക്ട് ചെയ്യുക. 5ന്ന് 3 സബ്ട്രാക്ട് ചെയ്താൽ 2 വരും. ഗ്രേറ്റർ വാല്യൂവിൻ്റെ സൈന് 5 ആണ് ഗ്രേറ്റർ വാല്യൂ, അതിൻ്റെ സൈന് പോസിറ്റീവ് ആണ്. ഇവിടെ ഗ്രേറ്റർ വാല്യൂ ഉള്ള 5ൻ്റെ സൈന് നെഗറ്റീവ് ആയതുകൊണ്ടാണ് -2 വന്നത്. അടുത്തത് -4 + 2 -4 + 2ൽ എന്ത് തന്നെയാണ്? 4ഉം 2ഉം ആണുള്ളത് അല്ലേ? ഒരാൾ നെഗറ്റീവ് ഒരാൾ പോസിറ്റീവ് ആണ്. സോ ഗ്രേറ്റർ നമ്പർ 4ന്ന് സ്മോളർ നമ്പർ 2 സബ്ട്രാക്ട് ചെയ്യുക, ബാക്കി 2 ഉണ്ടാവും. ഗ്രേറ്റർ നമ്പറിൻ്റെ സൈൻ ഇട്ട് കൊടുക്കുക മൈനസ്. സോ -2 എന്നുള്ളതായിരിക്കും ആൻസർ. ഓക്കെ, ഇതിൽ -2 ആൻസർ കിട്ടുന്ന 2 ഓപ്ഷൻസ് ഉണ്ടല്ലോ. ബാക്കി 2 ആൾക്കാരെ എന്തായാലും എലിമിനേറ്റ് ചെയ്യാം. കാരണം നമുക്ക് ഫൈനൽ കിട്ടുന്ന ആൻസർ -2 ആണ്. കാരണം ഇത് എത്തി നിൽക്കുന്ന പോയിന്റ് എവിടെയാണ്? -2ലാണ്. 2 ആൻസർ ഉണ്ട്. പക്ഷേ ഇതിലെന്താണ്? -5ൻ്റെ കൂടെ 3 ആഡ് ചെയ്യുക എന്നുള്ളതാണ്. ഇത് -4ൻ്റെ കൂടെ 2 ആഡ് ചെയ്യുക എന്നുള്ളതാണ്. ഈ ഡയഗ്രാം സാറ്റിസ്ഫൈ ചെയ്യുന്ന ഏതിനെയാണ്? ഇവിടുന്ന് 0 നിന്ന് -4 വരെ വന്നു, എന്നിട്ട് അതിൻ്റെ കൂടെ ഒരു 2 ഇങ്ങോട്ട് ആഡ് ചെയ്യുക എന്നുള്ളതല്ലേ? അല്ലേ, ഒരു 2 ഇങ്ങോട്ട് വീണ്ടും മൂവ് ചെയ്തു എന്നുള്ളതല്ലേ? അപ്പോഴല്ലേ -2 കിട്ടുന്നത്. അല്ലാതെ ഇയാൾ 5 വരെ പോയിട്ട് പിന്നെ ഇങ്ങോട്ട് 3 വന്നതല്ലല്ലോ. അപ്പോൾ ഇയാൾ എന്ത് ചെയ്യാം? നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. സോ നമുക്ക് വേണ്ട ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. ക്ലിയർ അല്ലേ? അപ്പോൾ ഇത് ഇൻഡിജേഴ്സിൻ്റെ ഓപ്പറേഷൻസ് ആണ്. ഇൻഡിജേഴ്സ് ബേസിക് മാത്ത് കോഴ്സ് കാണാത്ത ആളുകൾ, ബേസിക് മാത്ത് കോഴ്സ് ഇതുവരെ കാണാത്ത ആളുകളുണ്ടെങ്കിൽ നമ്മുടെ ആപ്പിൽ കോഴ്സ് അവൈലബിൾ ആണ്. കാണാത്ത ആളുകളുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ ടീമിൻ്റെ നമ്പർ ഉണ്ട്. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ എന്തുണ്ടാവും? നമ്മുടെ ടീമിൻ്റെ നമ്പർ ഉണ്ടാവും. ആ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. വാട്സപ്പിലോ കോളായിട്ടൊക്കെ കോൺടാക്ട് ചെയ്യുക. എന്നിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൺഫ്യൂഷൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ബേസിക് മാത്തിൽ നമ്മൾ ഓപ്പറേഷൻസ് ഓൺ ഇൻഡിജേഴ്സ്, ഓപ്പറേഷൻസ് ഓൺ ഫ്രാക്ഷൻസ്, ഓപ്പറേഷൻസ് ഓൺ ഡെസിമൽസ്, റേഷ്യോ, പെർസെൻറ്റേജ്, ഇങ്ങനെയുള്ള എക്സ്പോണൻസ് ആൻഡ് പവേഴ്സ്, അങ്ങനെയുള്ള ടോപ്പിക്കുകളെല്ലാം എന്ത് ചെയ്തിട്ടുണ്ട്? ബേസിക് മാത്ത് കോഴ്സിൽ കവർ ചെയ്തിട്ടുണ്ട്. അവിടെ ഇങ്ങനെയുള്ള ഓരോ കേസുകളും ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. ഓരോ കേസും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ക്ലിയർ അല്ലാത്ത ആളുകളുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ എന്ത് ചെയ്യണം? ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങൾ ബേസിക് മാത്ത് കോഴ്സ് കാണാനുള്ള പരിപാടികൾ നോക്കുക. എന്നിട്ട് ഇങ്ങനെ കാര്യങ്ങൾ ഫുൾ എന്ത് ചെയ്യുക? ക്ലിയർ ആക്കി കഴിഞ്ഞാൽ ഇതുപോലത്തെ ഏത് ക്വസ്റ്റ്യൻ വരികയാണെങ്കിലും സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ അല്ലേ? സോ ഇതുപോലത്തെ കൂടുതൽ ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക്